ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മനും സുകന്യയ്ക്കും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഇന്ദ്ര സ്റ്റോഴ്സ് ആയിട്ട് അവരങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ. പക്ഷെ അച്യുതൻ വിചാരിച്ചതുപോലെ ബാലന്റെ കടയ്ക്ക് വലിയ നഷ്ടമൊന്നും അതുകൊണ്ട് സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ദ്ര സ്റ്റോഴ്സിലും ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അപ്പം മുഴുവനും ആൾക്കാരും തങ്ങളുടെ കടയിലേക്ക് തന്നെ കയറാൻ വേണ്ടി സുകന്യയുടെ വക പല സ്ട്രാറ്റജികളും നടത്തുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ആൾക്കാരെ എല്ലാം വിളിച്ച് ഇങ്ങോട്ട് കയറ്റുകയും അതുമാത്രമല്ല ഓൺലൈനായിട്ട് പല കൂട്ടായ്മകൾ തുടങ്ങുകയും നാട്ടിലുള്ളവരെയൊക്കെ അതിൽ അവരുടെ നമ്പർ സംഘടിപ്പിച്ച് ആഡ് ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എങ്ങനെയും തൻ്റെ കടയിലേക്ക് എല്ലാവരും എത്തണം. അപ്പം സുകന്യയുടെ മനസ്സിലും ഗോമതി സ്റ്റോർ തകരണം എന്നുള്ളൊരു സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ബാലൻ കാലങ്ങൾ കൊണ്ട് പടുതുയർത്തിയതാണ് ഗോമതി സ്റ്റോറിൻ്റെ ആ ഒരു ഉറപ്പ്. ആ ഉറപ്പ് അങ്ങനെയൊന്നും നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അത്രയും വിശ്വസ്തയോടു കൂടിയാണ് തൻ്റെ കസ്റ്റമേഴ്സിനോട് ബാലൻ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാലന് വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ധർമ്മന് സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടായല്ലോ, അതിൽ ബാലന് അഭിമാനം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഒരു സങ്കടമുണ്ട്. ധർമ്മൻ ഇത്രയും വലിയൊരു കാര്യം അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോയിട്ട് ഒരു വാക്ക് പോലും തങ്ങളോട് പറഞ്ഞില്ലല്ലോ. തങ്ങളെ എല്ലാവരെയും ഇത്രയധികം വെറുത്തു പോയോ? തങ്ങളോട് മനസ്സിൽ അത്രയേറെ വെറുപ്പാണോ? അതുകൊണ്ടാണോ ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ ഇന്ദ്ര സ്റ്റോഴ്സ് തുടങ്ങിയത് എന്നൊക്കെയുള്ള ചിന്ത അവരുടെയൊക്കെ മനസ്സിലുണ്ട്. ഗോമതി അതിനെപ്പറ്റി നമ്മുടെ ധർമ്മനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ധർമ്മൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല, അച്ചുവേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തന്നത്. കടയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് മാത്രമാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് ഗോമതിയോട് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഗോമതിയുടെ മനസ്സിൽ സങ്കടം തന്നെയാണ്. പക്ഷെ ബാലൻ ഗോമതിയുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതേസമയം സുകന്യ കടയിലെ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. സുകന്യയാണ് കൗണ്ടറിലൊക്കെ ഇരിക്കുന്നതും ക്യാഷ് മേടിക്കുന്നതും. ഒരു മുതലാളിയുടെ എല്ലാ അഹങ്കാരത്തോടു കൂടിയാണ് സുകന്യ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ സുകന്യ നമ്മുടെ അച്യുതൻ അതിന് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. നീ കടയിൽ തന്നെ ഇരുന്നുകൊണ്ട് കടയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും ധർമ്മന്റെ മനസ്സ് ഗോമതി സ്റ്റോറിനോടൊരു വിധേയത്വം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ കടയെ ദോഷം ചെയ്യും. നീ മുന്നിൽ നിന്നുകൊണ്ട് അത് നയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ സുകന്യ എല്ലാ ദിവസവും ധർമ്മന്റെ കൂടെ കടയിൽ പോവുകയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സുകന്യയുടെ ജീവിതത്തിലെ ഒരു കരുനിഴൽ അവരുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം സുകന്യ അറിയുന്നില്ലേ. അതായത് സുകന്യയുടെ ആദ്യ ഭർത്താവ് അവൾ ഈ കടയിലിരിക്കുന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ സുകന്യയോട് സംസാരിക്കാനായിട്ട് പലപ്പോഴും അയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആദ്യ ബന്ധം സുകന്യയ്ക്ക് അത്രയേറെ ഒരു ഡ്രോമ നൽകിയിട്ടുള്ള ബന്ധമാണ്. വളരെയേറെ മദ്യപിച്ച് അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭർത്താവായിരുന്നു അവളുടെ ആദ്യത്തെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ അയാളെ കാണുന്ന നിമിഷമൊക്കെ സുകന്യ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും കടയിൽ പോകാൻ വളരെയേറെ സന്തോഷത്തോടു കൂടി മുന്നിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന സുകന്യയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ ധർമ്മനും സംശയം തോന്നുന്നുണ്ട്. എന്നാൽ സുകന്യയാണെങ്കിൽ കടയിൽ പോകാതിരിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കടയിലേക്ക് ചെല്ലും. അയാളുടെ കണ്ണ് വെട്ടിച്ച് എപ്പോഴും അയാൾ റോഡിലൂടെ പോകുമ്പം മാറി നിൽക്കും. പക്ഷെ സുകന്യ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അവിടേക്ക് വരുന്നത്. പലപ്പോഴും സുകന്യയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സുകന്യ ഒഴിഞ്ഞു മാറി പോവാണ്. അപ്പം ഒരു ദിവസം ധർമ്മൻ ഇല്ലാത്ത സമയം നോക്കിയാണ് കേട്ടോ അയാൾ കടയിലേക്ക് കയറി വന്ന് സുകന്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അയാളെ കാണുമ്പോൾ തന്നെ ഞെട്ടി വറച്ചാണ് കേട്ടോ സുകന്യ നിൽക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ തൻ്റെ നാക്കുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന സുകന്യ അയാളുടെ മുന്നിൽ മാത്രം ഒരു പേടിച്ചരണ്ട പൂച്ചക്കുട്ടിയെ പോലെ നിന്ന് പോവാണ് കേട്ടോ. എന്താണ്, നീ എന്നെ ഇത്ര വേഗം മറന്നുപോയോ? എന്നെയും നമ്മുടെ ജീവിതമൊക്കെ മറന്നുകൊണ്ട് മറ്റൊരാളുടെ കൂടെ അയാളുടെ ആദ്യത്തെ ഭാര്യ എന്നുള്ള നിലയിൽ നീ ജീവിക്കുവാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്താ നിന്റെ ധർമ്മേട്ടനോട് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറയട്ടേടി എന്നൊക്കെ ചോദിച്ച് ഭയപ്പെടുത്തുന്നുണ്ട്. അയാളുടെ മുന്നിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത വിധം സുകന്യ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത്. സുകന്യയുടെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രം അയാളെ അവൾ ഭാഗിക്കുന്നുണ്ടെന്ന്. അയാളെ ഒന്ന് പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷവും ആരോടും മിണ്ടാൻ പോലും പറ്റാത്തത്ര പേടിച്ച് വിറച്ച് സുകന്യ അവരുടെ റൂമിൽ ഒരു കോണിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുകന്യക്ക് ഇത് എന്ത് പറ്റി, എന്താ ഉണ്ടായത് എന്നൊക്കെ ധർമ്മൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ സുകന്യ ധർമ്മനോട് ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. സുകന്യ സത്യം പറയണം, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നും ഇങ്ങനെയല്ലല്ലോ നീ. കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം മുന്നിലിറങ്ങുന്ന ആളാ നീ. അങ്ങനെയുള്ള നീ ഇപ്പം എന്താ കടയിലേക്ക് വരാൻ
മടി കാണിക്കുന്നത്? എന്തിനോ നീ ഭയക്കുന്നുണ്ട് എന്ന് ധർമ്മൻ തുറന്നു തന്നെ ചോദിക്കുമ്പോൾ സുകന്യ പറയും, ഏയ് ഒരിക്കലുമില്ല ധർമ്മേട്ട, ഇനി ഞാനെന്തിനാ ഭയക്കുന്നത്? പിന്നെ കടയിലേക്ക് എന്ന് ഞാൻ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഒഴിവൊഴികൾ പറഞ്ഞ് ധർമ്മനെ ഒഴിവാക്കാണ് കേട്ടോ. അപ്പൊ സുകന്യയുടെ ഈ മാറ്റം രാജശ്രീയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ രാജശ്രീ സുകന്യയോട് പിന്നീട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രാജശ്രീക്ക് സത്യങ്ങളെല്ലാം അറിയാലോ, അതുകൊണ്ട് തന്നെ രാജശ്രീയോട് പറയുന്നുണ്ട്, രാജശ്രീ ചേച്ചി, ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാ. എൻ്റെ പിന്നാലെ തന്നെ അയാളുണ്ട്, എൻ്റെ ആദ്യ ഭർത്താവ്. അയാൾ എന്നോട് സംസാരിക്കാനായിട്ട് കയറി വന്നു. ധർമ്മേട്ടനോട് സത്യങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ചേച്ചി എന്ന് പറയാനേട്ടോ. പെട്ടെന്ന് രാജശ്രീയും സുകന്യയും തമ്മിലുള്ള ഈ സംസാരം അതുവഴി പോകുന്ന ധർമ്മം കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ഇവരെന്താ ഈ പറയുന്നത് എന്ന ഓർത്ത് ധർമ്മം പെട്ടെന്ന് അവിടെ നിൽക്കുക. നീ എല്ലാ സത്യങ്ങളും ധർമ്മനിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം എല്ലാവർക്കും നിന്റെ രണ്ടാമത്തെ കല്യാണമാണ് ധർമ്മനും ഒത്ത് നടന്നതെന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നിട്ടും അവരാരും ധർമ്മനെ അത് അറിയിക്കാത്തത് അവന്റെ ജീവിതം കൂടി നശിച്ചു പോകരുത് എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അല്ലേ അനന്തേട്ടനും അമ്മയും എന്നേ ധർമ്മനോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞേനെ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ സുകന്യയുടെ രണ്ടാം കല്യാണമാണ് എന്നുള്ള കാര്യം കേൾക്കുന്ന ധർമ്മന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാവരും കൂടി ചേർന്ന് തന്നെ വഞ്ചിക്കുമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ധർമ്മനെ ശരിക്കും വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുക. ധർമ്മൻ ഒന്നും മിണ്ടാതെ റൂമിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. ദേ ധർമ്മം വന്നു കാണും, നീ എന്തായാലും അവിടെ പോയി നിൽക്ക്. അവന് സംശയമൊന്നും തോന്നാൻ ഇടയാകരുത്. ഇപ്പൊ നിങ്ങളുടെ കടയൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ അവസരത്തിൽ നീ അവനെ പിണക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അതുമല്ല, ഗോമതി സ്റ്റോറിനടുത്ത് തന്നെ കട തുടങ്ങിയതിനോട് ധർമ്മൻ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവന്റെ മനസ്സ് മാറാതെ ആ കട എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുത്ത് ആ ബാലനെയും ഗോമതി സ്റ്റോറിനെയും തകർക്കാൻ നോക്കണം എന്നൊക്കെ രാജശ്രീ ഉപദേശിച്ചു കൊടുക്കാം. രാജശ്രീ ചേച്ചി, ഇപ്പൊ അതാണോ കാര്യം? അയാൾ എന്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടി അയാളെ എന്ന് പറയാം. നിനക്ക് പേടിയോ എന്ന് അപ്പൊ രാജശ്രീ ചോദിക്കുകയാണ്. അയാള് ശരിക്കും ഒരു സൈക്കോയാ. അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് പറയാൻ പോലും കഴിയില്ല ചേച്ചി. ധർമ്മേട്ടനെ പോലെ ഒരാളൊന്നും അല്ല അയാള്. അയാള് വേണമെങ്കിൽ എന്തും ചെയ്ത് കളയും അയാൾ ജയിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സുകന്യ വല്ലാതെ ഭയന്ന് വരച്ച് സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ രാജശ്രീ പറയുന്നുണ്ട്, നീ ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട, എല്ലാം ശരിയാകും. അല്ലെങ്കിൽ പിന്നെ ധർമ്മനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഒരു പക്ഷെ അവൻ ആദ്യം പൊട്ടിത്തെറിക്കും, എങ്കിലും നിന്നോട് പിന്നീട് ക്ഷമിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ആരെ അങ്ങനെ വെറുക്കാനൊന്നും ധർമ്മനെ കൊണ്ട് സാധിക്കില്ല. അവനൊരു പാവവാ എന്ന് പറയാൻ കേട്ടോ. ഏയ് ഇല്ല, ഇക്കാര്യം ഒരിക്കലും ധർമ്മേട്ടൻ അറിയരുത്. ധർമ്മേട്ടൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നോട് ധർമ്മേട്ടൻ ക്ഷമിക്കില്ല ചേച്ചി എന്ന് സുകന്യ അപ്പൊ പറയാൻ കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് ചെല്ലാം. അപ്പൊ സുകന്യ വന്നിട്ടും ധർമ്മം മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സുകന്യ അടുത്തേക്ക് ചെല്ലാം. ധർമ്മേട്ടൻ എപ്പോഴാ വന്നത്, എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കാം. ധർമ്മൻ അതിനും മറുപടി ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് ധർമ്മൻ സുകന്യോട് ചോദിക്കാം, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുവോ എന്ന് ചോദിക്കാം. അതിനെന്താ, ധർമ്മേട്ടനോട് ചോദിക്കുക, ഞാൻ സത്യമല്ലാതെ ഒരിക്കലും ഒരു കള്ളവും ആരോടും പറയാറില്ല എന്ന് സുകന്യ അപ്പൊ പറയൂട്ടോ. എങ്കിൽ നീ ആദ്യം കല്യാണം കഴിക്കുന്ന ആളാണോ ഞാൻ എന്ന് ധർമ്മൻ ചോദിക്കുകയാണ്. അപ്പൊ സുകന്യ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ധർമ്മേട്ടൻ എന്നെ സംശയമാണോ എന്ന് ചോദിക്കാം. നീയും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആ സത്യം അറിയാം. നീ രണ്ടാമത് എന്നെ കല്യാണം കഴിക്കുന്നതല്ലേ? നീ ഏടത്തിയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടതാ. ഇനിയും എൻ്റെ മുന്നിൽ നാടകം കളിക്കണമെന്നില്ല. ഇത്രയൊക്കെ എന്നെ പറ്റിക്കാനായിട്ട് എന്ത് തെറ്റാ ഇവിടെ ഉള്ളവരോടൊക്കെ ഞാൻ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് ധർമ്മം പറയാം. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് സുകന്യയ്ക്ക് ബോധ്യപ്പെടുക. ധർമ്മേട്ട അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ ആദ്യത്തെ വിവാഹം അതൊരു വല്ലാത്ത ദുരന്തമായിരുന്നു. അയാൾ ഒരുപാട് മദ്യപിച്ച് എന്നെ ഉപദ്രവിക്കുന്ന ഒരുത്തനായിരുന്നു. ഒരു വിധത്തിലാണ് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. അതിനുശേഷം ഒരു കല്യാണമൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. രാജശ്രീ ചേച്ചിയും അച്ചുവേട്ടനെ നിർബന്ധിച്ചുകൊണ്ടാ അന്ന് ധർമ്മേട്ടൻ കല്യാണം മുടങ്ങി നിന്നപ്പം ഞാൻ ഒരുങ്ങി വന്നത്. അല്ലാതെ ഒരിക്കലും ആരും ചതിക്കണമെന്ന് കരുതിയല്ല. ഓ, നിന്റെ മനസ്സിൽ ആരും ചതിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഏട്ടനും ഏടത്തെയും നിർബന്ധിച്ചത് കൊണ്ടാണല്ലേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? എന്നിട്ട് എന്തേ ഇത്രയും കാലമായിട്ടും നീ ഈ സത്യങ്ങളൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല സുകന്യ എന്ന് ചോദിക്കാം. ധർമ്മേട്ടൻ ഇത് എങ്ങനെ എടുക്കുമെന്ന് കരുതിയ ഞാനിതൊന്നും ആരോടും പറയാതിരുന്നത് എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ സുകന്യയുടെ കണ്ണുനീര് കാണുമ്പോൾ ധർമ്മനും സഹതാപം തോന്നുവാണ്. അത്രയധികം അവൾ ആരോ ഭയന്നിരുന്നു എന്ന് ധർമ്മനും ബോധ്യപ്പെട്ട കാര്യമാണ്. ആദ്യത്തെ ഭർത്താവാണ് അപ്പൊ അവിടെ വന്ന് അവളെ ഭയപ്പെടുത്തിയിരുന്നതെന്ന് ധർമ്മനും മനസ്സിലാകാം. അപ്പൊ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ആദ്യ ഭർത്താവാണോ നമ്മുടെ കടയിൽ ഇടയ്ക്കിടെ നിന്നെ കാണാനായിട്ട് വന്നുകൊണ്ടിരുന്നത്? അയാളെ കണ്ടിട്ടാണോ നീ ഭയന്ന് വിറച്ചത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് സുകന്യ
പൊട്ടിക്കരയാണ് കേട്ടോ. അതെ, അയാളൊരു ദുഷ്ടനാ. അയാൾ വീണ്ടും എൻ്റെ പിന്നാലെ കൂടിയിരിക്കുക. ധർമ്മേട്ടനുമായിട്ടുള്ള എൻ്റെ ബന്ധം അവസാനിപ്പിക്കണമെന്നും ധർമ്മേട്ടനോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമെന്നും പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ സുകന്യ പറയാണ് കേട്ടോ. ഈ വിവരം എല്ലാവർക്കും അറിയാവോ? നിന്റെ കല്യാണം രണ്ടാമത് ആയിട്ടാ എന്നോടൊപ്പം നടന്നതെന്നുള്ള സത്യം എന്ന് ചോദിക്കുക. രാജശ്രീ ചേച്ചിക്കും അച്ചുവേട്ടനും ഒക്കെ അറിയാം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറയാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ധർമ്മൻ നേരെ ഇന്ദ്രാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഇന്ദ്രാമ്മയോടും ഇക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ദ്രാമ്മയ്ക്കും അനന്തനും എല്ലാവർക്കും അറിയാലോ. ഇന്ദ്രാമ്മ പറയും, മോനെ ഇക്കാര്യങ്ങളൊക്കെ വൈകിയാ ഞാൻ അറിഞ്ഞത്. അച്യുതനും രാജശ്രീയും ഒരു രണ്ടാം കെട്ടുകാരിയെ എടുത്ത നിന്റെ തലയിൽ വെച്ചതെന്ന് സത്യമായിട്ടും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോനെ. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി. നീയും സുകന്യയും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങി. അതിനുശേഷം ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ കല്യാണം ഒന്ന് നടന്നത്. എത്ര കല്യാണങ്ങൾ മുടങ്ങിയതിന് ശേഷമാ ഒരാലോചന നിനക്ക് ശരിയായത്. ഇനിയും ഈ ബന്ധം കൂടി തകർന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് കരുതിയ ഈ കാര്യങ്ങളൊന്നും നിന്നെ ഞാൻ അറിയിക്കാതിരുന്നത് എന്ന് ഇന്ദ്രാമ്മയും പറയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം. തൻ്റെ സ്വന്തം വീട്ടുകാര്, അമ്മയും കൂടപ്പിറപ്പുകളും എല്ലാം തന്നെ ദ്രോഹിച്ചു. എന്നാൽ ഇതേ സമയം ധർമ്മന്റെ മനസ്സിലേക്ക് ബാലനെയും ഗോമതിയും ദേവമംഗലത്തുള്ളവരുടെ ഒക്കെ മുഖം കടന്നു വരികയാണ് കേട്ടോ. അവര് തന്നോട് ഒരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അവരെല്ലാവരും തെറ്റിദ്ധരിച്ച് ആ വീട് വിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ എന്നോട് എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളും ചെയ്തത് എന്താ? എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു രഹസ്യം മറച്ചു വെച്ചു. സ്വന്തം ഭാര്യ പോലും എന്നോട് കള്ളം ചെയ്തു. ആ ഒരു തിരിച്ചറിവ് ധർമ്മനെ ആകെ തകർത്ത് കളയുവാണ് കേട്ടോ. അപ്പൊ സുകന്യയും ആകെ തകർന്നു പോവാണ്. ധർമ്മൻ ഒരു രീതിയിലും സുകന്യെ പരിഗണിക്കാതെ മിണ്ടുന്നു പോലുമില്ല. ആ ഒരു അകൽച്ച സുകന്യക്ക് ഒരുപാട് വേദന ഉണ്ടാവുക. ധർമ്മന്റെ കാല് വരെ വീഴുന്നുണ്ട്. ധർമ്മേട്ടൻ എന്നോട് ക്ഷമിക്കണം, ധർമ്മേട്ടനെ ചതിക്കണമെന്ന് കരുതിയൊന്നും അല്ല ഇങ്ങനെ ചെയ്തത്. ധർമ്മേട്ടനില്ലാതെ എനിക്കിനി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മന്റെ മുന്നിൽ സുകന്യ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. പക്ഷെ ധർമ്മനാണെങ്കിൽ അച്യുതനോടോ അതുപോലെ സുകന്യോടോ ഒന്നും ക്ഷമിക്കാൻ ഒരുക്കുമല്ല. സുകന്യ ഒരു രണ്ടാം കെട്ടുകാരി ആയതൊന്നും ധർമ്മൻ ഒരു വിഷಯವേ അല്ല. പക്ഷെ തന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു. അത് ധർമ്മനെ അത്രയേറെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുതേ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.